കോഴിക്കോട് കുറ്റ്യാടിയിൽ ശക്തമായ കാറ്റും മഴയും. തൊട്ടിൽപ്പാലം റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധയിടങ്ങളിൽ ഇലക്ട്രിക് ലൈനിൽ മരങ്ങൾ വീണ് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. വിവരങ്ങളുമായി ദിൽഷ തിലകൻ ചേരുന്നു. ദിൽഷ, കോഴിക്കോടും വലിയ മഴയാണ് ഉള്ളത്. എപ്പോഴാണ് ഈ ശക്തമായ കാറ്റൊക്കെ ഉണ്ടായത്? നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏകദേശം വൈകിട്ട് ഒരു 4 മണിയോട് കൂടിയാണ് കുറ്റ്യാടിയിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായത്. അതായത് കോഴിക്കോടിന്റെ മലയോര മേഖലയാണ്, ഈ മലയോരങ്ങളിലാണ് ശക്തമായ കാറ്റും മഴയും ഉള്ളത്. ഈ തൊട്ടിൽപ്പാലം റോഡിൽ, അതായത് ഈ കുറ്റ്യാടി തൊട്ടിൽപ്പാലം റോഡ്, പൈക്കളങ്ങാടിയിലൊക്കെ തന്നെ മരം വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ട ഒരു അവസ്ഥയുണ്ടായി. ശേഷം കുറ്റ്യാടിയിൽ നിന്നും ജനകീയ ദുരന്ത നിവാരണ സേന അല്പസമയം മുമ്പ് ജനകീയ ദുരന്ത നിവാരണ സേന പ്രവർത്തകരെത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. വിവിധ ഇടങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ ഇലക്ട്രിക് ലൈനിൽ മരങ്ങൾ വീണതിനാൽ വൈദ്യുതി വിതരണമെല്ലാം തന്നെ തടസ്സപ്പെട്ട നിലയിലാണ്. എന്നാൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ കോഴിക്കോടിന്റെ മലയോര മേഖലകളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് കുറ്റ്യാടിയിൽ ശക്തമായ കാറ്റും മഴയുമുണ്ട്. മറ്റിടങ്ങളിലും ശക്തമല്ലെങ്കിൽ പോലും കാറ്റും മഴയും ഒക്കെ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദിൽഷ തിലകനാണ് വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്.